അസ്സലാമു അലൈക്കും. ഡി സാബിറ. നല്ല ഉറക്കത്തിലായിരുന്നു സാബിറ. അതുകൊണ്ട് തന്നെ സുബഹി ബാങ്ക് കൊടുത്തതും അമ്മായിമ്മ പതിവ് കട്ടൻ ചായയ്ക്ക് വേണ്ടി അടുക്കളയിൽ കിടന്ന് ബഹളം വെക്കുന്നതൊന്നും അവൾ അറിഞ്ഞില്ല. സാബിറയുടെ ഭർത്താവിൻ്റെ ഉമ്മ അവളുടെ വാതിലിൽ വീണ്ടും ശക്തിയായി മുട്ടി. ഇത്തവണ സാബിറ നെട്ടിയുണർന്നു. കണ്ണുകൾ മിഴിച്ചു കൊണ്ട് അവൾ ചുറ്റും നോക്കി. പിന്നെ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. ഇബ്ലീസിൻ്റെ ഉറക്കാണിത്. എനിക്കെന്താ കുറച്ച് നേരിട്ടെന്ന് എണിറ്റൂടെ? എനിക്ക് സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ കട്ടൻ ചായ കിട്ടണമെന്ന് എനിക്കറിയില്ലേ? സുഖം കൂടിപ്പോയി. ഞാൻ അന്നേ ജമാലിനോട് എൻ്റെ റൂമിൽ AC വെക്കണ്ട എന്ന് പറഞ്ഞതാ. സൗകര്യം കൂടിയപ്പോൾ ഇപ്പോൾ സുബഹിക്ക് എഴുന്നേൽക്കാൻ വരെ വയ്യാതായി. നബീസു പിന്നെയും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. സാബിറ അതിനൊന്നും മറുപടി പറയാതെ ബാത്റൂമിൽ പോയി ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്ത് ചായക്കുള്ള വെള്ളം വെച്ചു. ഓ പിന്നെ മാസാമാസം ഗ്യാസ് നിറച്ചു തരാൻ എൻ്റെ ബാപ്പ ശ്രീധരൻ തന്ന പൈസയൊന്നും ഇവിടെ ഇല്ല. വിറകടുപ്പ് പോയി ഉണ്ടാക്കിയാൽ മതി. സാബിറ ഒന്നും മിണ്ടാതെ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ വേഗം പുറത്തെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. തലേ ദിവസത്തെ കനൽ ഉള്ളതുകൊണ്ട് അടുപ്പ് വേഗം കത്തി. ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാക്കി കൊടുക്കായിരുന്നുവെന്ന് അവൾ ഓർത്തു. ചായ കിട്ടിയില്ലെങ്കിൽ ഉമ്മാക്ക് കലിയാണ്. ചായ മാത്രമല്ല, നിസ്സാര കാര്യത്തിന് പോലും തൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നതാണ് ഉമ്മാക്ക് ഹരം. അതിൻ്റെ കാരണമൊക്കെ സാബിറക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഒന്നിനും പ്രതികരിക്കാറില്ല. മാളിയേക്കൽ തറവാട്ടിലെ മൊയ്തീൻ ഹാജിയുടെയും ഭാര്യ നബീസയുടെയും 4 മക്കളിൽ ഇളയവനാണ് ജമാൽ. ജമാലിൻ്റെ ഭാര്യയാണ് സാബി എന്ന് വിളിക്കുന്ന സാബിറ. മൊയ്തീൻ ഹാജി കിടപ്പിലാണ്. അദ്ദേഹത്തിന് പരസഹായം കൂടാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. രാത്രി 2 മണി വരെ സാബി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയായിരുന്നു. ഈ വീട്ടിൽ അല്പെങ്കിലും മനസാക്ഷിയുള്ളത് അദ്ദേഹത്തിന് മാത്രമാണ്. സ്വന്തം മോളെപ്പോലെ തന്നെയാണ് അദ്ദേഹം അവളെ കാണുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് നല്ല ശ്വാസമുട്ടായിരുന്നു. ഭർത്താവിന് അസുഖം കൂടുതലാണെങ്കിലും 10 മണിയായപ്പോൾ നബീസു പതിയെ കിടക്കാൻ പോയി. 2 മണി ആയപ്പോഴാണ് ഒന്ന് നോർമലായത്. അതുവരെ സാബി ഒരു മകളെപ്പോലെ ഉപ്പാക്ക് കൂട്ടിരിക്കുകയായിരുന്നു. അതാണ് അവൾ എഴുന്നേൽക്കാൻ വൈകിയത്. അത് നബീസുവിന് അറിയുകയും ചെയ്യാം. എന്നാലും ഇഷ്ടമില്ലാത്ത മരുമകൾ എന്ന നിലയിൽ നബീസുവിന് സാബിയെ കണ്ടുകൂടാ. മരുമകളെ ഇഷ്ടമില്ലാതിരിക്കാൻ നബീസിന് ഒരുപാട് കാരണങ്ങളാണ്. 4 മക്കളാണ് അവർക്ക്. മൂത്തത് 2 ആൺകുട്ടികൾ. അബ്ദുസലീമും അബ്ദുറസാഖും ഗൾഫിലാണ്. അവർ വേറെ വീട് വെച്ച് താമസിച്ചിട്ടുണ്ട്. കൊട്ടാരം പോലെയുള്ള 3 വീടുകളും ഒരു വളപ്പിൽ തന്നെയാണ്. അവരുടെ ഭാര്യമാരായ സെലീനയും ലൈലയും അവരുടെ മക്കളോടൊപ്പം അവരുടെ ഭർത്താക്കന്മാർ ഉണ്ടാക്കിയ വീടുകളിൽ സസുഖമായിരുന്നു. 3ാമത്തേത് ആബിദ. നബീസുവിൻ്റെ മറ്റൊരു പതിപ്പാണ് അവൾ. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നതും ഒരു ഗൾഫുകാരൻ തന്നെയാണ്. അവളും മക്കളും ഭർത്താവിൻ്റെ വീട്ടിൽ സുഖമായി താമസിക്കുന്നു. മാസത്തിലൊരിക്കൽ അവളും മക്കളും കൂടി ഒരു വരവുണ്ട്. അവൾ വീട്ടിലുള്ള സമയത്തെല്ലാം സാബിക്ക് ഒരുപാട് പണിയായിരിക്കും. സ്വന്തം വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ആബിദയ്ക്ക് ആരെങ്കിലും എടുത്തു കൊടുക്കണം. അവളുടെ മക്കളും അതുപോലെയാണ്. ശരിക്കും ആ വലിയ വീട്ടിൽ ഇളയ മരുമകളാണെങ്കിലും ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും സാബിക്ക് ആരും കൊടുത്തിട്ടില്ല. സാബിയെ ജമാൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അയാൾ സാബിയെ വിവാഹം കഴിക്കുമ്പോൾ സാബിക്ക് ഒരു ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുഖമില്ലാത്ത ഒരു ഉമ്മ. വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. മകളുടെ കല്യാണം കഴിഞ്ഞ് വെറും 6 മാസം മാത്രമേ ആ ഉമ്മ ജീവിച്ചിരുന്നുള്ളൂ. അവർ അപ്പോഴേക്കും മരണപ്പെട്ടു പോയി. അതിനുശേഷം പോകാനൊരു ഇടം പോലുമില്ലാതെ ഭർത്താവിൻ്റെ വീട്ടിൽ നരകതുല്യമായ ജീവിതം നയിച്ചു വരികയാണ് സാബിറ. നബീസുവിന് തൻ്റെ മൂത്ത 2 ആൺമക്കളും വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പോലെ 100 പവൻ സ്വർണ്ണമെങ്കിലും ശ്രീധനം കിട്ടുന്ന ഒരു വിവാഹം മകന് വേണ്ടി ആലോചിക്കണമെന്നായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയെ നബീസു കണ്ടെത്തിയിരുന്നു. അപ്പോഴാണ് ജമാൽ തനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറയുന്നത്. മൊയ്തീൻ ഹാജിയും നബീസും നന്നായി വെളുത്തിട്ടാണ്. അവരുടെ മക്കളും അതുപോലെ തന്നെ. മരുമക്കളും സൗന്ദര്യത്തിലും വെളുപ്പിലും ഒട്ടും മോശമില്ല. സമ്പന്നതയുടെ കാര്യത്തിലാണെങ്കിലും മൂത്ത 2 മരുമക്കളും ഇട്ടുമൂടാൻ സമ്പത്തുള്ളവരാണ്. തൻ്റെ ഇളയ മരുമകൾക്ക് തൻ്റെ മൂത്ത മരുമക്കളേക്കാൾ സമ്പത്തും സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന നബീസുവിനെ കിട്ടിയ 1ാം തരം തിരിച്ചടിയായിരുന്നു ജമാലിൻ്റെ പ്രണയം. ജമാൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഉമ്മയുടെ വാക്കുകളൊന്നും അവൻ ചെവി കൊണ്ടില്ല. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നബീസു സാബിയെ പെണ്ണു കാണാൻ പോയി. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് സാബിയെ ഇഷ്ടമായില്ല. എന്നാൽ സാബിയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കില്ല എന്ന് ജമാലിൻ്റെ
വാശിക്ക് മുന്നിൽ മനസ്സില്ലാ മനസ്സോടെ നബീസു കീഴടങ്ങുകയായിരുന്നു. ഒടുവിൽ ആ കല്യാണം നടന്നു. 1 പവൻ സ്വർണം പോലും കൊടുക്കാൻ സാബിയുടെ ഉമ്മാക്ക് കഴിയുമായിരുന്നില്ല. എങ്കിലും ആ സാധു സ്ത്രീ 2-3 പവൻ സ്വർണം വാങ്ങാനുള്ള പണം ഒപ്പിച്ച് അവൾക്ക് കൊടുത്തു. സാബിയുടെ സ്ഥിതി അറിയാവുന്ന ജമാൽ തന്നെയാണ് അവൾക്ക് ധരിക്കാനുള്ള ആഭരണങ്ങൾ മുഴുവനും കല്യാണത്തിൻ്റെ തലേ ദിവസം രഹസ്യമായി കൊണ്ടുവന്നു കൊടുത്തത്. അത് ധരിച്ചാണ് അവൾ നിക്കാഹിന് ഒരുങ്ങിയത്. കല്യാണം നടക്കുമ്പോൾ സാബിറയ്ക്ക് 18 വയസ്സായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയായിരുന്നു അവൾ കോളേജിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുന്നത് കണ്ടാണ് ഗൾഫിൽ നിന്നും ലീവിന് വന്ന ജമാൽ അവളെ ശ്രദ്ധിക്കുന്നത്. വീട്ടിൽ ജമാലിന് തിരക്കിട്ട ആലോചനകൾ നടക്കുന്ന സമയമായിരുന്നു. 2 മാസമായിട്ടും നബീസുവിൻ്റെ ആഗ്രഹത്തിനൊത്തൊരു മരുമോളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് കുറച്ച് ദൂരെ നിന്നും അകന്ന മന്ദത്തിലുള്ള ഒരു ആലോചന അവനെ തേടി വരുന്നത്. ഇട്ടുമൂടാൻ സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു അത്. കുട്ടിയെ നേരിൽ കണ്ടില്ലെങ്കിലും അവൾ മതി തൻ്റെ ഇളയ മരുമകൾ ആയിട്ട് എന്ന് നബീസു വിചാരിച്ച സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജമാൽ തൻ്റെ ഇഷ്ടം അറിയിക്കുന്നത്. നബീസുവിൻ്റെ സമ്മതമില്ലാതെ നടന്ന കല്യാണമായതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സാബിയെ അവൾ ദ്രോഹിക്കാറുണ്ട്. ഉമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്ന മരുമക്കൾ 2 പേരും അത് കണ്ടില്ലെന്ന് നടിച്ചു. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നതായിരുന്നു അവരുടെ നയം. സാബി ശരിക്കും ആ വീടിനുള്ളിൽ നരകയാതന അനുഭവിക്കുകയായിരുന്നു. എന്നാലും അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. ജമാലിന് അവളെ വലിയ ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ എല്ലാ ഉപദ്രവങ്ങളും അവൾ സഹിച്ചത് തൻ്റെ ഭർത്താവിന് തന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 4ാമത്തെ മാസം ജമാൽ ഗൾഫിലേക്ക് പോയി. അപ്പോഴേക്കും സാബി ഗർഭിണിയായിരുന്നു. ആദ്യത്തെ പ്രസവത്തിൽ ഒരു പെൺകുഞ്ഞായിരുന്നു. സാബിയെ പറിച്ചു വച്ചതുപോലെയുള്ള ഒരു പെൺകുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ജനനത്തോടു കൂടി സാബിയുടെ ജീവിതം കുറച്ചുകൂടി ദുഷ്കരമായി. നബീസുവിന് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമേ അല്ല. അവരുടെ മൂത്ത 2 ആൺമക്കൾക്കും 2 ആൺകുട്ടികൾ വീതമാണ്. മക്കൾക്ക് 1 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ജമാൽ വീണ്ടും നാട്ടിലേക്ക് വന്നു. അയാൾ വീണ്ടും തിരിച്ചു പോകുമ്പോഴും സാബി വീണ്ടും ഗർഭിണിയായി. ഇത്തവണയും പെൺകുഞ്ഞു തന്നെ. അതോടെ നബീസുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. 2ാമതും പെൺകുഞ്ഞ് തന്നെ ജനിച്ചതോടെ ഭർത്താവിന് തന്നോട് ഇഷ്ടക്കുറവുള്ളതുപോലെ സാബിക്ക് തോന്നി. അത് സത്യവുമായിരുന്നു. ഉമ്മാൻ്റെ നിരന്തരമായ പറച്ചിൽ കാരണം ഉമ്മയുടെ അതേ ചിന്തകളിലേക്ക് ജമാലും പോയിരുന്നു. 2ാമത്തെ കുഞ്ഞ് ജനിച്ചതോടുകൂടി അയാളുടെ സ്വഭാവത്തിലും കാര്യമായിട്ടുള്ള മാറ്റം വന്നു. അതിനിടെ 3ാമതും സാബി ഗർഭം ധരിച്ചു. ഇത്തവണ അയാൾ ഗൾഫിലേക്ക് പോയില്ല. സ്വന്തമായി ബിസിനസ് നാട്ടിലുണ്ടായതുകൊണ്ട് അയാൾക്ക് നാട്ടിൽ നിൽക്കുന്നതിന് ഒരു തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്തു. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഉറപ്പിച്ചു. പെണ്ണാണ് എന്ന് മനസ്സിലായപ്പോൾ സാബിയുടെ സമ്മതം കൂടാതെ അയാൾ ഗർഭം അലസിപ്പിക്കുകയും ചെയ്തു. സാബിക്ക് വല്ലാത്തൊരു നൊമ്പരം ആയി. ഏത് കുട്ടിയാണെങ്കിലും പടച്ചോൻ തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നതായിരുന്നു സാബിയുടെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞിട്ടപ്പോൾ 6 വർഷങ്ങൾ കഴിഞ്ഞുപോയി. മൂത്ത കുഞ്ഞിന് 5 വയസ്സായി. ഇളയവൾക്ക് 3. തുടർച്ചയായിട്ടുള്ള ഗർഭധാരണങ്ങൾ സാബിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞു. അവളുടെ സൗന്ദര്യം കുറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ജമാലിൻ്റെ മനസ്സിലെ ഇഷ്ടവും കുറഞ്ഞുപോയി. ഇപ്പോൾ സാബി 4ാമതും ഗർഭിണിയാണ്. ഗർഭം ധരിച്ച വിവരം അവൾ അല്പം വൈകിയാണ് അറിഞ്ഞത്. ജമാലിനെ അവൾ പെട്ടെന്ന് അറിയിച്ചതുമില്ല. അയാളെ അറിയിച്ചാൽ അയാൾ ഉടൻ തന്നെ നാട്ടിൽ വരുമെന്നും വീണ്ടും സ്കാൻ ചെയ്ത് പെൺകുഞ്ഞാണെങ്കിൽ തൻ്റെ വയറ്റിൽ വെച്ച് തന്നെ അതിനെ കൊന്നുകളയുമെന്നും അവൾക്ക് തോന്നി. ഈയിടെയായി ജമാൽ അവളോട് ഫോണിൽ സംസാരിക്കാറില്ല. അവൾ വാട്സപ്പിൽ എത്ര മെസ്സേജ് അയച്ചാലും അതിനുള്ള മറുപടിയുമില്ല. എന്നാൽ എല്ലാ ദിവസവും നബീസും മകനുമായി സംസാരിക്കുന്നത് അവൾ കാണാറുമുണ്ട്. അവൾ ഇതെല്ലാം ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അല്ല, ചായ ഇതുവരെ ആയില്ലേ? ഉമ്മയുടെ ചോദ്യം കേട്ടാണ് അവൾ നെട്ടലോടെ തിരിഞ്ഞു നോക്കിയത്. ചായ തിളച്ചു മറിയുകയാണ്. അവൾ വേഗം അത് അടുപ്പിൽ നിന്നും ഇറക്കി വെച്ചു. അല്ലടി, ഈ തിളച്ച ചായയാണോ എനിക്ക് തരാൻ പോകുന്നത്, എൻ്റെ തൊള്ള പുള്ളിക്കാൻ? അത് കേട്ടതും സാബി സങ്കടത്തോടെ നബീസുവിനെ നോക്കി. ഉമ്മ, അവൾ എന്തോ പറയാൻ വന്നതും നബീസു കൈ ഉയർത്തി അവളെ വിലക്കി. നീ ഒന്നും പറയണ്ട, ഏതായാലും ഇതുകൂടി ഞാൻ നോക്കും. ഇപ്രാവശ്യം നീ ഒരു പെൺകുഞ്ഞിനെയാണ് പിറന്നതെങ്കിലേ അതോടെ നിന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനാണ് ഞങ്ങൾ തീരുമാനം. അങ്ങനെ പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുന്ന ഒരുത്തിയെ എൻ്റെ മോനും എനിക്കും വേണ്ട. പിന്നീട് നബീസ് പറഞ്ഞതൊന്നും സാബി കേട്ടില്ല. തല ചുറ്റി അവൾ നിലത്തേക്ക് വീണുപോയി.
സാബിയെ സംബന്ധിച്ച് വളരെ വേദന തോന്നുന്നൊരു കാര്യം തന്നെയായിരുന്നു. അവൾ തളർന്ന് വീഴുന്നത് കണ്ടതും നബീസുവിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവർ കുറച്ച് വെള്ളമെടുത്ത് സാബിയുടെ മുഖത്ത് തളിച്ചു. അവൾ സാവധാനം കണ്ണുകൾ തുറന്നു. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. തിളക്കുന്ന ചായ പാത്രങ്ങളിലേക്ക് പകർന്ന് ചൂടാറ്റി ഉമ്മ കൊണ്ടുപോകുന്നത് അവൾ കണ്ടു. അവൾ സാവധാനം എഴുന്നേറ്റിരുന്നു. എന്താണ് ഉമ്മ ഇപ്പോഴും പറഞ്ഞു പോയതെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. തലയ്ക്കുള്ളിൽ എന്തോ പോലെ. അവൾ എങ്ങനെയൊക്കെയോ അടുക്കള ചുമരിൽ പിടിച്ച് അങ്ങനെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ബാത്റൂമിൽ പോയി പ്രഭാതകൃത്യങ്ങൾ നിർവഹിച്ചു. പിന്നെ ഉളവെടുത്ത് റൂമിൽ പോയി നിസ്കാരപ്പായ വിരിച്ചു. നിസ്കരിക്കാൻ അവൾക്ക് പ്രയാസം തോന്നുന്നുണ്ടായിരുന്നു. വീർത്ത് വരുന്ന വയർ കാരണം ശരിക്ക് ഇരിക്കാനോ സുജൂദ് ചെയ്യാനോ കഴിയുന്നില്ല. മനസ്സിൽ സങ്കടം പെരുമായി പെയ്യുകയാണ്. അവൾക്ക് കരച്ചിൽ വന്നു. നിസ്കാരം കഴിഞ്ഞു അതേ പായലിരുന്ന് അവൾ പടച്ചവനോട് ദുആ ചെയ്തു. അവളുടെ ഇരു കവിളിലൂടെയും കണ്ണീർ പെയ്തിറങ്ങി. എൻ്റെ ഇക്കാക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ, എന്നെ ഇഷ്ടമുണ്ടാവണേ അല്ലാ എന്നാണ് അവൾ ആദ്യം തന്നെ പ്രാർത്ഥിച്ചത്. ജീവിതത്തിൽ ആദ്യമായി ഇക്കായുടെയും ഉമ്മയുടെയും ആഗ്രഹം പോലെ ഒരു ആൺകുഞ്ഞിനെ തരണേ എന്നും അവൾ പ്രാർത്ഥിച്ചു. സാധാരണ അവൾ പ്രാർത്ഥിക്കാറുള്ളത് കൺകുളിർമയുള്ള മക്കളെ നൽകണേ എന്നാണ്. മാതാപിതാക്കൾക്കും നാടിനും ഉപകരിക്കുന്ന തൽസ്വഭാവികളായ ആരോഗ്യമുള്ള മക്കളെ നൽകണമെന്ന് മാത്രമായിരുന്നു അവൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. എന്നാൽ അടുത്ത കുഞ്ഞും പെൺകുഞ്ഞായാൽ താൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വരുമെന്നുള്ള ഉമ്മയുടെ ഭീഷണി അവളെ ശരിക്കും ഭയപ്പെടുത്തി. ഇവിടെ നിന്നിറങ്ങിയാൽ താനും മക്കളും എങ്ങോട്ട് എന്നുള്ളതായിരുന്നു അവളുടെ ചിന്ത. തനിക്ക് സ്വന്തമായി ഒരു വരുമാനമില്ല, ഒരു വീടില്ല, സത്യം പറഞ്ഞാൽ ഒരു രൂപ പോലും കയ്യിലില്ല. ഒരു ഫോണുണ്ട്, ധരിച്ചിരുന്ന ആഭരണങ്ങളും അതിൽ കാതിലെ ചെറിയ കമ്മലുകളും ചെറിയൊരു നൂൽമാലയും ഒഴിച്ച് ബാക്കിയെല്ലാം നബീസ് ഊരി അവരുടെ അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് വരെ അവൾക്ക് നല്ലൊരു ഫോണും അതിൽ ഗൂഗിൾ പേയും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ കുഞ്ഞും പെൺകുഞ്ഞായതോടെ എല്ലാം അവളെ അടുത്തുനിന്ന് വാങ്ങി. പിന്നീട് ഒരിക്കൽ പോലും അയാൾ ഭാര്യയ്ക്ക് പണം അയച്ചു കൊടുത്തിട്ടില്ല. എല്ലാ പണവും ഉമ്മയുടെ അക്കൗണ്ടിലേക്കാണ് അയക്കാറുള്ളത്. എല്ലാം നബീസുവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അവൾക്ക് കുട്ടികൾക്ക് മിഠായി വാങ്ങണമെങ്കിൽ പോലും 10 രൂപക്ക് പോലും ഉമ്മയുടെ മുന്നിൽ ചോദിക്കണം. മാസമുറിയുടെ സമയത്ത് പാഡ് വാങ്ങണമെങ്കിൽ പോലും ഉമ്മയോട് ചോദിച്ച് പണം വാങ്ങണമെന്നുള്ളത് സാബിയെ സംബന്ധിച്ച് വലിയ പ്രയാസമായിരുന്നു. പലപ്പോഴും അവൾക്ക് സഹായത്തിനായി എത്താറുള്ളത് ലൈലയാണ്. തൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവങ്ങൾ നന്നായി അറിയാവുന്ന ലൈല ഉമ്മ അറിയാതെ പലപ്പോഴും അവളെ സഹായിക്കാറുണ്ട്. മുൻപൊക്കെ കിടപ്പിലായിരുന്നെങ്കിലും ഉപ്പയും സാബിയെ സഹായിക്കാറുണ്ടായിരുന്നു. എന്നാൽ അത് നബീസ് കണ്ടതിൽ പിന്നെ അവൾ തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം എടുത്തു മാറ്റി വെക്കുകയാണ് പതിവ്. എന്താ ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഈ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുക? ഉമ്മയുടെ ചോദ്യം കേട്ടാണ് സാബി ചിന്തയിൽ നിന്ന് ഉണർന്നത്. അവൾ വേഗം നിസ്കാരക്കുപ്പായം ഊരി പായൽ വെച്ച് മടക്കി. സമയം 6 മണിയായിട്ടില്ല. കൊട്ടാരം പോലെയുള്ള ആ 2 വീടുകളിലും അടുക്കളയിലേക്ക് ആരും കയറിയിട്ടില്ല. സെലീനയും ലൈലയും സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിച്ചതിന് ശേഷം വീണ്ടും ഉറങ്ങുകയാണ് പതിവ്. പിന്നെ അവർ 8 മണിക്കാണ് അടുക്കളയിലേക്ക് പോവുക. എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി. 6 മണിയാവുമ്പോഴും നബീസുവിന് ചായയും കടിയും കിട്ടണം. നല്ല മധുരമുള്ള കട്ടൻ ചായയും തേങ്ങ വറുത്തരച്ച കറിയോ പത്തിരിയും ദോശയോ കിട്ടിയാൽ കുശാലായി. എല്ലാം സമയത്ത് തന്നെ കിട്ടണം. പിന്നെ 10:30 മണിയാകുമ്പോൾ നല്ല കഞ്ഞിയും കൂട്ടാനും. ഉച്ചയ്ക്ക് 1:30 ചോറ്. വൈകിട്ട് 4 മണിയാകുമ്പോൾ ചായയും എണ്ണക്കടിയും നിർബന്ധമാണ്. രാത്രി ചപ്പാത്തി മാത്രമേ കഴിക്കൂ. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറിയൊന്നും രാത്രി കൂട്ടില്ല. രാത്രിയും എന്തെങ്കിലും കറി വെച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് നബീസുവിൻ്റെ ചിട്ട. മൂത്ത 2 മരുമക്കളും കൂടുതൽ കാലമൊന്നും ഉമ്മയുടെ സ്വഭാവത്തിന് നിന്നു കൊടുത്തില്ല. ഇട്ടുമൂടാൻ സ്വർണം കൊണ്ടുവന്ന മരുമക്കളായതുകൊണ്ട് തന്നെ നബീസുവിന് അവരോട് ആജ്ഞാപിക്കാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ സാബിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എത്രയൊക്കെ പറഞ്ഞാലും ഉപദ്രവിച്ചാലും ഒരു കൊടിച്ചുപട്ടിയെ പോലെ അവൾ തൻ്റെ കായ്ക്കയിൽ വന്ന് കിടക്കുമെന്ന് നബീസുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. സാബിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മയുടെ ബന്ധത്തിലുള്ളവർ ആരും തിരിഞ്ഞു നോക്കാറേയില്ല. അവളെ വീട്ടിലിട്ട് തല്ലിക്കൊന്നാലും ആരും ചോദിക്കാൻ വരില്ലെന്നും അവർക്കറിയാം. സാബി വേഗം അടുക്കളയിലേക്ക് ചെന്നു. തലേ ദിവസം ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ചതുകൊണ്ട് പെട്ടെന്ന് അവൾക്ക് ദോശ ചൂടാൻ പറ്റി. അതോടൊപ്പം ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് ചിക്കൻ കറിയും ഉണ്ടാക്കി. 1/2 മണിക്കൂറിനുള്ളിൽ ചൂടുള്ള കട്ടൻ ചായയും
തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയും നല്ല ദോശയും അവൾ അടുക്കളയിലെ ചെറിയ ഡൈനിങ് ടേബിളിൽ വെച്ചു. അപ്പോഴേക്കും നബീസു കഴിക്കാൻ വന്നിരുന്നു. സാബി വേഗം മുറിയിലേക്ക് പോയി. മക്കൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. സനയാണ് മൂത്തവൾ, രണ്ടാമത്തേത് വഫ. രണ്ടുപേരെയും കാണാൻ ഒരുപോലെ തന്നെയാണ്. ഉമ്മ വിളിക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും വേഗം എണീറ്റു. സമയത്ത് എണീറ്റില്ലെങ്കിൽ പിന്നെ വലിയുമ്മ വരുമെന്ന് അവർക്കറിയാം. നബീസുവിനെ അവർക്കും പേടിയാണ്. സാബിയുടെ മക്കളെ ഇതുവരെ അവർ ഒന്ന് താലോലിച്ചിട്ട് കൂടിയില്ല. ഒന്നാമത് അവർക്ക് പെൺമക്കളെ ഇഷ്ടമില്ല. രണ്ടാമത്തെ കാര്യം, സാബിയുടെ രണ്ട് മക്കൾക്കും സാബിയുടെ അതേ നിറമാണ്. സാബി ഇരുനിറമാണെങ്കിലും ആ വീട്ടിലെ ബാക്കിയുള്ളവരുടെ നിറം വെച്ച് നോക്കുമ്പോൾ അവളുടെ നിറം വളരെ കുറവായി തോന്നുമായിരുന്നു. അവളുടെ നിറം മറ്റുള്ളവരുടെ വെളുപ്പ് ഒന്നുകൂടി എടുത്തു കാണിക്കുകയും ചെയ്തു. സനയും വഫയും അങ്ങനെ പുറത്തേക്ക് പോകാറില്ല. അവർ വേഗം പോയി പല്ല് തേച്ച് വന്നു. പിന്നെ രണ്ടുപേരും വല്ലിപ്പയുടെ മുറിയിലേക്ക് പോയി. ഉമ്മ കഴിഞ്ഞാൽ പിന്നെ അവരോട് സ്നേഹം കാണിക്കുന്നത് വല്ലിപ്പ മാത്രമാണ്. ഇതൊക്കെ എങ്ങനെ കഴിക്കാനാ? ഇത്ര ഉപ്പിട്ട് എനിക്ക് പ്രഷർ ഉണ്ടാക്കി കൊല്ലിക്കാനായിരിക്കില്ലേ? അടുക്കളയിൽ നിന്ന് നബീസുവിൻ്റെ ദേഷ്യപ്പെട്ടുള്ള വാക്കുകൾ കേട്ടാണ് സാബി വേഗം അങ്ങോട്ട് ചെന്നത്. എവിടെ നോക്കിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്? ചിക്കൻ കറി ചൂണ്ടിക്കാണിച്ച് ഉമ്മ ചോദിച്ചപ്പോൾ അവൾ അമ്പരന്നു. പിന്നെ കുറച്ച് കറിയെടുത്ത് രുചി നോക്കി. ഉപ്പ് പാകം തന്നെയാണ്, അല്പം പോലും കൂടിയിട്ടില്ല. ഉമ്മ, ഇതിൽ ഉപ്പ് പാകമാണല്ലോ, പേടിയോടെ സാബി പറഞ്ഞു. അത് കേട്ടതും നബീസു ദേഷ്യത്തോടെ അവളെ നോക്കി. അപ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി. സാബി ആരാണെന്ന് നോക്കാനായി രക്ഷപ്പെട്ട ആശ്വാസത്തോടെ വേഗം മുന്നോട്ട് ചെന്നു. പള്ളിയിലെ ചെറിയ മൗലേരിക്കുട്ടിയായിരുന്നു അത്. 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആ കുട്ടി സാബിയെ നോക്കി സ്നേഹത്തോടെ ചിരിച്ചു. അവനെ കണ്ട് സാബി ഒന്ന് അന്തം വിട്ടു. ഇന്ന് ചിലവ് തുടങ്ങുന്ന കാര്യം ആരും തങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അവൾ ഓർത്തു. അസ്സലാമു അലൈക്കും. വ അലൈക്കും അസ്സലാം. കയറിയിരിക്കും മോനെ. അവൻ പുഞ്ചിരിയോടെ സിറ്റൗട്ടിലെ കസേരയിലിരുന്നു. സാബി വേഗം അടുക്കളയിലേക്ക് ചെന്നു. മൗലിയാരുട്ടി വന്നിട്ടുണ്ട്, അവൾ പറഞ്ഞത് കേട്ട് നബീസു അവളെ നോക്കി. ആ, വന്നിട്ടുണ്ടെങ്കിലേ അവന് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കേ. ഇന്നു മുതൽ ചെലവിന് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ആരും എന്നോട് പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ചുകൂടി ഉണ്ടാക്കി വെക്കുമായിരുന്നു. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് പറയേണ്ടിയിരുന്നില്ല എന്ന് അവൾക്ക് തോന്നിയത്. എന്തായാലും പിന്നെ നബീസ് ഒന്നും പറഞ്ഞില്ല. സാബി വേഗം കുറച്ച് ദോശ കൂടി ചുട്ടു. എന്നിട്ട് വേണം മൗലിയാരുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. അവൾ ദോശ ചുട്ട് ആ കുട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തു. അവൻ വേഗം ഭക്ഷണം കഴിച്ച് പോവുകയും ചെയ്തു. അപ്പോഴാണ് മൊബൈൽ റിംഗ് ചെയ്യുന്നത് സാബി കേട്ടത്. ചെന്ന് നോക്കുമ്പോൾ നെറ്റ് നമ്പറാണ്. അവൾ വേഗം അത് അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് വിളിക്കുന്നത് ഇക്കാവുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വിളിക്കുകയാണ്. എല്ലാം ദുഃഖങ്ങളും മറന്ന് അവൾ സലാം ചൊല്ലി. ജമാൽ സലാം മടക്കി. എത്ര ദിവസമായി ഇക്ക നിങ്ങൾ വിളിച്ചിട്ട്? എത്ര തവണ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു? ഇങ്ങനെ എന്നെ അവഗണിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനുണ്ടായിരുന്നില്ല. നീ എന്താണ് ഉമ്മയെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവാണെന്ന് കേട്ടു. അവളുടെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു തീർത്തതിന് ശേഷം ശബ്ദമുയർത്തി അയാൾ പറഞ്ഞു. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ ഇക്ക? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. നിനക്കൊന്നും മനസ്സിലാവില്ല. എൻ്റെ ഉമ്മയെ ആ വലിയ വീട്ടിലിട്ട് ഒരു പാഠം പഠിപ്പിക്കുക എന്നൊന്നും നീ കരുതണ്ട കേട്ടോ. ഉമ്മാക്ക് ചായയും ചോറും ഉണ്ടാക്കി കൊടുക്കലല്ലാതെ എന്ത് പണിയാണ് അവിടെ നിനക്കുള്ളത്? അത് തന്നെ നിനക്ക് മര്യാദക്ക് ചെയ്യാൻ വയ്യ. എന്നെക്കൂടെ വെറുതെ ഒന്നും പറയിപ്പിക്കണ്ട. സാബിയുടെ വാ അടഞ്ഞു പോയിരുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഉമ്മ ഇക്കാക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം അവൾക്ക് മനസ്സിലായി. ഇനി ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇക്കാക്ക് ഉമ്മയാണ് വലുത്. ഫോണിൻ്റെ മുറതലക്കൽ ജമാൽ അവളെ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു. അവൾക്ക് പറയാനുള്ളത് ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നല്ലോ അവൾ. സാബി നിറ കണ്ണുകളോടെ എല്ലാം കേട്ടു നിന്നു. ഇടക്ക് വയറ്റിലുള്ള കുഞ്ഞ് ഇളകുന്നത് അവൾ അറിഞ്ഞു. തൻ്റെ ഉപ്പയോട് ഉമ്മയെ ചീത്ത പറയല്ലേ എന്ന് ആ കുഞ്ഞ് നിശബ്ദം പറയുന്നത് പോലെ അവൾക്ക് തോന്നി. കുറേ കഴിഞ്ഞപ്പോൾ ജമാൽ ഫോൺ കട്ട് ചെയ്തു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചിട്ട് നിനക്ക് സുഖമാണോ എന്ന് പോലും അയാൾ ചോദിച്ചില്ലല്ലോ എന്ന് സങ്കടത്തോടെ സാബി ഓർത്തു. തന്നെക്കുറിച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ, അയാളുടെ രക്തത്തിൽ പിറന്ന 2 കുഞ്ഞു മക്കളിലെ വീട്ടിലെ ഒരു കുഞ്ഞ് തൻ്റെ വയറ്റിലുണ്ട്. ഒന്നിനെക്കുറിച്ചും അയാൾ ചോദിച്ചില്ല. ഒന്ന് കരയാൻ പോലും കഴിയാതെ സാബി ബെഡിലിരുന്നു പോയി. ഇജ് എന്തിനാണ് നബീസു ആ പാവം കുട്ടീനെ ഇങ്ങനെ അടങ്ങാറാക്കുന്നത്? ഭർത്താവിൻ്റെ ചോദ്യം കേട്ട് നബീസു ദേഷ്യത്തോടെ അയാളെ നോക്കി. നബീസിൻ്റെ ഈ കളികളൊന്നും അയാൾക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അവളെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പറയണേ?
ഇജ് ഓളെ പറയുന്നത് മുഴുവനും എനിക്ക് കേൾക്കാൻ പറ്റൂലേ? എനിക്ക് ഈ വയസ്സാം കാലത്ത് എന്തിൻ്റെ കേടാണ് നബീസോ? എന്തെങ്കിലും പറ്റിപ്പോയാൽ വേറെ ആരും ഇല്ലെങ്കിലും സാബി കൂടെ ഉണ്ടാവും, ഓളെ ഉണ്ടാവുള്ളൂ. ഇത് മറക്കണ്ട. നബീസു ഭർത്താവിനെ ദേഷ്യത്തോടെ നോക്കി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്കൊരു കുഴപ്പമില്ല. തൽക്കാലം നല്ല ആരോഗ്യം പഠിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി ട്ടാ. എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ ഓളെ ആളല്ലേ? ഇതൊക്കെ എനിക്ക് നല്ലോണം അറിയാം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കിടന്നാൽ നിങ്ങൾക്ക് നല്ലത്. മൊയ്തീൻ ഹാജിക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പയറ് പോലെ ഓടിച്ചാടി നടക്കുന്ന കാലത്ത് തന്നെ അയാൾക്ക് ഭാര്യയെ പേടിയാണ്. നബീസുവിൻ്റെ നാക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് അയാൾ എല്ലാവരോടും പറയാറുള്ളത്. അയാളെ ഒന്ന് നോക്കി നബീസു പുറത്തേക്ക് പോയി. അവൾ ഫോണെടുത്തു. ആബിദയുടെ നമ്പറിലേക്ക് വിളിച്ചു. കാത്തിരുന്നത് പോലെ അവൾ കോളെടുത്തു. ഇന്നൊരു കാര്യം ഉണ്ടായി മോളെ. എന്താ ഉമ്മ പറ. ഇന്ന് സാബി എണീറ്റത് 6 മണിക്കാ. എനിക്ക് സുബീക്ക് ചായ തന്നില്ല. ഞാനിതിനെ ഓളെ നല്ലോണം ചീത്ത പറഞ്ഞു. അത് എൻ്റെ ഉപ്പാക്ക് പറ്റിയിട്ടില്ല. ആ, ഉപ്പാക്ക് പറ്റൂലല്ലോ. ഉപ്പാൻ്റെ പുന്നാര മരുമോളല്ലേ സാബിറ. ഓള് പാവാണ് എന്നൊക്കെ എല്ലാവരും പറയെങ്കിലും പിടിക്കേണ്ടവരെ പിടിക്കുക ഓൾക്ക് നല്ലോണം അറിയാം. ഇവിടെ എൻ്റെ ഇക്കാക്ക് സാബി എന്ന് വെച്ചാൽ ജീവനാ. ഓള് ഉപ്പാനെ നോക്കുന്നത് പോലെ വേറെ ആരും നോക്കൂല എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അതൊക്കെ ഓളെ ഐഡിയ അല്ലേ? 10 പൈസക്ക് ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്നും നമ്മുടെ ജമാലിനെ ഓള് കയ്യും കാലും കാണിച്ച് വളച്ചെടുത്തതല്ലേ? ആബിദയുടെ ചോദ്യം കേട്ട് നബീസു ഒന്നുകൂടി ഉഷാറായി. ഓ, ഈ അതിനെപ്പറ്റിയൊന്നും പറയാതിരിക്കാൻ മോളെ നല്ലത്. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമില്ല. എന്നെ വലിയ വിലയൊന്നുമില്ല. എന്ത് ചെയ്യാനേ? എൻ്റെ ഒരു ഗതികേട്. വേറെ വല്ലവരാണെങ്കിൽ ഓളെ ചൂലുകൊണ്ട് അടിച്ച് പായിപ്പിക്കും. ഞാനൊരു പാവമായതുകൊണ്ട് ഓളെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കുന്നു. ഉമ്മയുടെ വാക്കുകൾ കേട്ട് ആബിദക്ക് ചിരി വന്നു. നിങ്ങൾ അങ്ങനെ പറയൊന്നും വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും സാബി വീട്ടുജോലികളൊക്കെ കൃത്യമായി ചെയ്യും. അവൾ മക്കളെ കൊണ്ടും വലിയ ശല്യമില്ലല്ലോ. ഉപ്പാൻ്റെ കാര്യം ഉഷാറായി നോക്കുന്നില്ലേ? പിന്നെ നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്താലും ഒടുക്കം കുറ്റം കുറവേ മാത്രമേ കാണുമല്ലോ. ഞാൻ എൻ്റെ ഉമ്മാനെ കുട്ടിക്കാലം മുതൽക്കേ അല്ലേ കാണുന്നത്. ആബിദ പറഞ്ഞത് കേട്ട് നബീസുവിന് ദേഷ്യം വന്നു. ഓ, ഇജു ഇപ്പോൾ ഓളെ സൈഡായാ? ഈ ഇങ്ങോട്ട് ഓളെ സൈഡും പറഞ്ഞു വാ, എനിക്ക് ഞാൻ തരുന്നുണ്ട്. ദേഷ്യത്തോടെ നബീസു ഫോൺ കട്ട് ചെയ്തു. അവരുടെ സംസാരം മുഴുവനും അടുക്കളയിലിരുന്ന് സാബി കേൾക്കുന്നുണ്ടായിരുന്നു. അവളൊന്നും പറയാൻ പോയില്ല. എത്രയോ ദിവസങ്ങളായിട്ട് ഉമ്മയുടെ ശീലം ഇത് തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പറയും, പിന്നെ അതെല്ലാം മോളോട് വിളിച്ചു പറയും. കുറേ നേരം സംസാരിച്ച് അവളുമായി തെറ്റി ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്ന് മുൻവശത്ത് നിന്ന് മോളുടെ കരച്ചിൽ കേട്ടു. ഉമ്മ എന്തെങ്കിലും കാരണമുണ്ടാക്കി അവളെ അടിച്ചു കാണുമെന്ന് സാബിക്ക് തോന്നി. ചെറുതായി വേദനിച്ചാലൊന്നും തൻ്റെ മക്കൾ കരയില്ല. നല്ലതുപോലെ വേദനിച്ചാൽ മാത്രമേ അവർ കരയൂ. ഉമ്മ ഉമ്മ കരഞ്ഞുകൊണ്ട് വഫ ഓടി വന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഉമ്മ, ഈ ഉമ്മാമ്മ തല്ലി. സാബി തൻ്റെ മോളെ കെട്ടിപ്പിടിച്ചു. കവിളിൽ അമർത്തി ചുംബിച്ചു. എന്നെയും തല്ലി. വീർത്തി കിട്ടിയ മുഖത്തോടെ സനമോളും വന്നു. സാബി അവളെയും ചേർത്ത് പിടിച്ചു. 2 പേരുടെയും മുഖത്ത് സാബിയുടെ കണ്ണീര് പടർന്നിരുന്നു. ഉമ്മച്ചി എന്തിനാ കരയുന്നു? ഉമ്മാമ്മ ഉമ്മച്ചിനെയും തല്ലിയോ? വഫയുടെ ചോദ്യം കേട്ട് സാബി ഒന്ന് ഏങ്ങി. ഉമ്മച്ചിക്ക് തല്ലൊന്നും കിട്ടിയിട്ടില്ല മോളെ എന്ന് പറയാൻ അവരുടെ മനസ്സ് വെമ്പി. തല്ല് കിട്ടിയതാണെങ്കിൽ സഹിക്കാമായിരുന്നു. ശരീരവേദന എത്ര വേണമെങ്കിലും അവൾ സഹിക്കും. ഇത് പക്ഷെ മനസ്സിൻ്റെ വേദനയാണ്. അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ 2 മക്കളുടെയും കവിളിൽ മാറി മാറി ചുംബിച്ചു. ഉമ്മാൻ്റെ കുട്ടിയോട് ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ഇരുന്നിട്ടോ, പുറത്തേക്കൊന്നും പോകണ്ട. ഉമ്മ പറഞ്ഞത് കേട്ട് അവർ തലയാട്ടി. പുറത്തു പോയി കളിക്കാൻ അവർക്ക് പേടിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ 4 ഇക്കാക്കമാരും സൈക്കിളുമായി വരും. ചിലപ്പോൾ അവർ സൈക്കിൾ കൊണ്ട് കുത്തും. തങ്ങളെ എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരില്ല എന്ന് ആ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു. നബീസു ആ സമയത്ത് മൂത്ത മകൻ സലീമിൻ്റെ വീട്ടിലേക്ക് പോയി. ഉമ്മ വരുന്നത് കണ്ടപ്പോൾ തന്നെ സലീമിൻ്റെ ഭാര്യ സെലീനക്ക് മുറുമുറുപ്പ് തുടങ്ങി. ഓ, ഈ തള്ള എന്തിനാ ഈ നേരത്തെ കെട്ടിയെടുക്കുന്നത്? അതിന് ആ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായി. സെലീന പതിയെ പിറുപുറത്തു. പുതിയ വീട് വെച്ച് മാറിയതിൽ പിന്നെ തള്ളയുടെ ശല്യം ഇല്ലാതായി എന്ന് കരുതിയതാണ്. ഉമ്മയുടെ ശല്യം ഒഴിവാക്കാനാണ് അവൾ വേഗം ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് പുതിയ വീടുണ്ടാക്കിയത്. അത് നബീസുവിന് കൃത്യമായും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സമയം കിട്ടുമ്പോഴൊക്കെ മക്കളുടെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. മരുമക്കളുടെ ഭരണത്തിലേക്ക് തൻ്റെ മക്കളെ എറിഞ്ഞു കൊടുക്കാൻ അവർക്ക് ഒട്ടും സമ്മതമല്ലായിരുന്നു. തന്നോട് അഭിപ്രായം ചോദിക്കാതെ ഒന്നും ചെയ്യരുത് എന്നാണ് നബീസിൻ്റെ നയം. അത് കുറച്ചൊന്നും ബുദ്ധിമുട്ടൊന്നല്ല മരുമക്കൾക്ക് ഉണ്ടാക്കുന്നത്. മക്കളെ എഴുന്നേറ്റില്ലേ മോളെ?
നബീസിൻ്റെ ചോദ്യം കേട്ട് ദേഷ്യം കയറെങ്കിലും സെലീന മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ഉമ്മയെ നോക്കി. അവരെൻ്റെ കൂടെ സുബഹി നിസ്കരിച്ച് വീണ്ടും കിടന്നതാണുമ്മ. ഇന്ന് സ്കൂളും മദ്രസൊന്നും ഇല്ലല്ലോ. കുറച്ചു നേരം കിടന്നോട്ടെ എന്ന് ഞാനും കരുതി. അത്രയും നേരം എനിക്ക് വേഗം സ്വസ്ഥമായിട്ട് ജോലികൾ ചെയ്യാലോ. അത് ശരിയാ, നബീസു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാബിയൊക്കെ ശരിക്കും എന്നെ പഠിക്കണം മോളെ. എത്ര നേരം വൈകി കിടന്നാലോ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എണീക്കും. സാബിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഓള് ഇന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് എണീറ്റത്. സെലീന അതിന് മറുപടിയൊന്നും പറയാൻ പോയില്ല. ഉമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരോട് താൻ ഇങ്ങനെ പറഞ്ഞു എന്നായിരിക്കും പറയുക. മുൻപൊക്കെ അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയതാണ്. കൂടുതൽ സംസാരിക്കാൻ പോയാൽ അടുക്കളയിൽ കസേരയിട്ടിരുന്ന് കളയും. അതിനേക്കാൾ നല്ലത് അധികം സംസാരിക്കാതെ ഇരിക്കുന്നതാണ്. നബീസു അപ്പോഴാണ് അലമാരയിലെ അണ്ടിപ്പരിപ്പിൻ്റെ കുപ്പി കണ്ടത്. അതിൽ നിറയെ അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു. ആ, ഇത് എൻ്റെ ആങ്ങള ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും അല്ലേ? സെലീന എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുന്നതിന് മുമ്പേ നബീസ കുപ്പിയെടുത്തു. എന്നിട്ട് മൂടി തുറന്നു 2 എടുത്തു നിന്നു. എന്താ ഒരു ടേസ്റ്റ്! ഞാൻ ഇപ്പോൾ എൻ്റെ മക്കളോട് പറയും, നിങ്ങൾ സെലീനാൻ്റെ ആങ്ങളിനെ കണ്ട് പഠിക്കണമെന്ന്. ഓന് ഗൾഫിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവരും. ഒരു പ്ലേറ്റ് എടുത്ത് നബീസു അതിൽ നിന്ന് പകുതിയോളം പാത്രത്തിലേക്ക് തട്ടി. ഇത് ഉമ്മ എടുക്കുക കേട്ടോ. 2 ദിവസം കഴിഞ്ഞാലേ ആബിനും കുട്ടികളും വരും. ഓൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടി വരും. അവിടെ വെച്ച ഒന്നും നിൽക്കില്ല. സാബിൻ്റെ കുട്ടികളൊക്കെ കൊണ്ട് നടന്ന് തിന്നു. എന്നാൽ ഓൾക്ക് വല്ല ഉസുറും പുളിയും വേണ്ട. എന്നെപ്പോലെ ഒന്നും എടുത്തു വെക്കാൻ ഓൾക്ക് കഴിയില്ല. കുറേയൊക്കെ ഓടും തിന്ന് തീർക്കും. ഉമ്മയുടെ കണ്ണ് അടിച്ചു പൊട്ടിക്കാനുള്ള ദേഷ്യം വന്നെങ്കിലും സലീന അത് കടിച്ചു പിടിച്ചു. ഈ പറയുന്നത് മുഴുവനും നുണയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. തൻ്റെ മക്കൾ എടുത്തു തിന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയായിരിക്കും. എന്നാൽ സാബിയുടെ മക്കൾ അങ്ങനെയൊന്നും ആരോടും ചോദിക്കാതെ എടുത്തു തിന്നില്ല. ഇവിടെ വന്നാൽ തന്നെ ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ അവർ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അതിലേക്ക് നോക്കുക പോലുമില്ല. എന്തൊക്കെ പറഞ്ഞാലും സാബിയും അവരുടെ മക്കളും നല്ല സ്വഭാവമുള്ളവരാണ്. ഉമ്മ വെറുതെ നുണ പറയുകയാണ്. എന്നാ മോളെ, ഞാൻ പിന്നെ അങ്ങോട്ട് പോട്ടെ. മറുപടിക്ക് കാക്കാതെ ഉമ്മ പ്ലേറ്റുമായി പോകുന്നത് കണ്ട് സെലീനയ്ക്ക് പല്ലുറമ്പി. അണ്ടിപ്പരിപ്പ് മാത്രമല്ല, ബദാമും പിസ്തയും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം അവളുടെ ആങ്ങള കൊണ്ടുവന്നത് അലമാരയിൽ ഇരിപ്പുണ്ട്. അതെല്ലാം സ്റ്റോർ റൂമിലെ അലമാരയിൽ പൂട്ടിയിരിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് മാത്രം ഇന്നലെ നെയ്ച്ചോറുണ്ടാക്കിയപ്പോൾ പുറത്തെടുത്ത് വെച്ചതാണ് അബദ്ധമായത്. ഉമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ റൂമിൽ പൂട്ടി വെക്കുകയാണ് പതിവ്. അല്ലെങ്കിൽ കണ്ണ് തെറ്റിയ ഉമ്മ എല്ലാം എടുത്തു കൊണ്ടുപോകും. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. പുതിയ കഥയാണ് കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.